വീണ്ടും 886 യു ഡി എഫിന്റെ ലീഡ് നില ഉയർന്നു എന്നാണ്. സാജിദിനെ വേണം ഇപ്പോൾ. സാജിദ്, എന്താണ് ഈ കണക്ക്? ചുങ്കത്തറയിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ആദ്യം വന്ന കണക്ക് ശരിയല്ല, 1400 ആയി. 1000 പ്രതീക്ഷിച്ചു, 1400 ആയി. ടോട്ടൽ അവിടെ 1000 പ്രതീക്ഷിച്ചത്, 1400 ആയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക്. 889 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ആര്യൻ ഷൗക്കത്ത് കടന്നിരിക്കുന്നു. മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, ഈ ചുങ്കത്തറ ഒരു വഴിത്തിരിവാവുകയാണോ? ചുങ്കത്തറയിൽ UDF പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവർ കണക്കാക്കിയിരുന്നത്. 2 റൗണ്ട് കഴിയുമ്പോൾ മാത്രം 1400 വോട്ട് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു. ഇനിയും ഒരു 6-7 ബൂത്തുകൾ കൂടി ചുങ്കത്തറയിൽ എണ്ണാറുണ്ട്. ഈ 12ാമത്തെ റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നതിൽ പകുതി എന്ന് പറയുന്നത് ചുങ്കത്തറയിലെ വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ UDF പ്രതീക്ഷയിലപ്പുറത്തേക്ക് ചുങ്കത്തറയിൽ പോയിരിക്കുന്നു. അതിൽ BJPക്ക് സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ വോട്ടുകൾ ചോർത്താനോ PV അൻവറിന് ആ മണ്ഡലത്തിൽ ആ ചുങ്കത്തറയിലും പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല. PV അൻവർ ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറയ്ക്കാതെ എല്ലാ സ്ഥലങ്ങളിലും UDF വോട്ട് വർദ്ധിപ്പിക്കുന്ന ഘടകം കാണുന്നു. അങ്ങനെയെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഒരു പ്രതീക്ഷ രീതിയിലേക്ക് ലീഡ് പോകും. 2000 മുകളിലേക്ക് ലീഡ് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ 10000 മുകളിലേക്ക് ഈ ഘട്ടത്തിൽ ഉയരും. പിന്നെ അമരമ്പലവും മറ്റും വെച്ച് എത്രത്തോളം കുറയ്ക്കാൻ എന്ന് മാത്രമേ LDFിന് കണക്കാക്കേണ്ടതുള്ളൂ. എന്തായാലും ചുങ്കത്തറ UDFിനെ കൈവിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയിലും അപ്പുറത്തേക്കും ഒരു ലീഡ് നൽകിയിരിക്കുകയാണ് ചുങ്കത്തറ. 8137 ഉയർന്നിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ടുകൾ. അതായത് അസ്ലം, ഇവിടെ എന്താണ് നാം കാണേണ്ടത്? ഈ ചുങ്കത്തറ LDFിന് അല്പം മേൽക്കെയുള്ള സ്ഥലമാണ്. ഇനിയുള്ളത് നിലമ്പൂര്, കരുളായി, അമരമ്പലം. ഇവിടെയും ഷൗക്കത്ത് ഇതേ പോരാട്ടം തുടരുമെന്നാണോ? അടൂർ പ്രകാശ് പറയുന്നത് 10000 മുകളിൽ പോകുമെന്നാണ്. ചുങ്കത്തറ UDFിന് തന്നെ പഞ്ചായത്ത് തന്നെയാണ്. കഴിഞ്ഞവർ അൻവർ ജയിച്ചപ്പോൾ UDFിന് മേൽക്കൈ നൽകുന്ന പഞ്ചായത്ത് തന്നെയാണ്. അതേസമയം ഇത്തവണ വലിയ മേൽക്കൈ ഉണ്ടാകില്ല എന്ന് കരുതിയ ഒരു പഞ്ചായത്ത് 1000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് അവിടെ കണക്കിൽ. 12000 എന്ന് പറയുന്ന കണക്കിൽ അവർ ഉൾപ്പെടുത്തിയിരുന്ന 1000 വോട്ട് മാത്രമാണ്. കാരണം അവിടെ ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ചെങ്കിലും ചോർത്തു എന്ന് അവർ കരുതിയിരുന്നു. മാത്രമല്ല PV അൻവറിന്റെ ഭാഗത്തും ചില വോട്ടുകൾ നേടുമെന്ന് കരുതി. അതുകൊണ്ടാണ് അവർ 1000 എന്ന് കരുതിയത്. അതേസമയം അവർ പ്രതീക്ഷിച്ചത്ര ആശങ്ക ചുങ്കത്തറയിൽ ഉണ്ടായില്ല. ഇപ്പോൾ തന്നെ 1400, ഒരുപക്ഷെ 1600, 1700 വോട്ടുകൾ ചുങ്കത്തറയിൽ മാത്രം നേടാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ ചുങ്കത്തറ UDFിനെ സംബന്ധിച്ചോളം നേട്ടമായി എന്ന് തന്നെ പറയാം. 8137 886 UDFിന്റെ വോട്ടുനില കുറയുന്നുണ്ട്. പക്ഷേ വളരെ മികച്ച ഒരു പൊസിഷനിലാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോൾ 886 വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂരിപക്ഷമല്ല. ഇപ്പോൾ തന്നെ ഇനിയും എണ്ണാനുണ്ട് മണ്ഡലങ്ങളെങ്കിലും അവിടെയും LDF കാര്യമായൊരു ഭീഷണി UDFിന് ഉയർത്താൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്. കാരണം ചുങ്കത്തറയിൽ പോലും അങ്ങനെ ഒരു വോട്ട് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. UDFിന്റെ വോട്ടുകൾ ചോർന്നിട്ടില്ല. അതുപോലെ ക്രൈസ്തവ വോട്ടുകൾ BJP കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കാര്യമായ ഭീഷണിയൊന്നും UDF പ്രതീക്ഷിച്ചതുപോലെ UDFിന് ഉണ്ടായിട്ടില്ല. ഇനിയുള്ളത് എണ്ണാനുള്ളത് നിലമ്പൂരും കരുളായിയും അമരമ്പലവുമാണ്. LDFിന് മേൽക്കെയുള്ള 3 മണ്ഡലങ്ങളാണ്. അവിടെ ഉണ്ടാകുന്ന വോട്ട് വ്യത്യാസം ആര്യാടൻ ഷൗക്കത്തിന്റെ നിലവിലുള്ള പൊസിഷനെ കുറയ്ക്കുമോ? അതായത് അദ്ദേഹത്തിന്റെ വോട്ട് നില ഒരു 5000-ലേക്കൊക്കെ ലീഡ് നില താഴ്ത്താൻ കഴിയുമോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം ഇനി വളരെ 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 നിർണായകമായ വോട്ടെണ്ണൽ ഘട്ടങ്ങളാണ് ഉള്ളത്. കാരണം ഇപ്പോൾ 12ാം റൗണ്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 12ാം റൗണ്ട് എണ്ണുമ്പോൾ പോലും റൗണ്ട് എണ്ണുകയാണ്. 12ാം റൗണ്ടിൽ ചുങ്കത്തറയിലെ 6 വാർഡുകളും അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 6 വാർഡുകളുമാണ് എണ്ണുന്നത്. ഈ റൗണ്ടിലെത്തുമ്പോൾ ഒരു 9000-അടുത്ത് വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിരുന്നു UDF. പക്ഷേ അത്ര നിരാശാജനകമല്ലാത്തൊരു ലീഡ് ഇപ്പോഴുണ്ട്. കാരണം 8000-ലധികം ലീഡായി കഴിഞ്ഞിരിക്കുന്നു. 9000-ആണ് ലീഡ് UDF പ്രതീക്ഷിച്ചത്. പക്ഷേ 8000-അടുത്ത് ലീഡ് UDFിന് നേടാൻ കഴിഞ്ഞു. അത് അത്ര മോശമായ സ്ഥിതിയല്ല. കാരണം വഴിക്കടവിൽ PV അൻവർ ഏൽപ്പിച്ച ആഘാതം കൊണ്ടാണ് UDFിന്റെ ഒരു പ്രഡിക്ഷൻ തെറ്റിപ്പോകുന്നത്. വഴിക്കടവിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ PV അൻവർ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് UDFിന്. അതുകൊണ്ടാണ് UDFിന്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ഉള്ള വോട്ട് കുറയുന്നത്. 8000 വോട്ടിന് ലീഡ് എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമല്ല. പക്ഷേ 9000-ആണ് അവർ പ്രതീക്ഷിച്ചത്. ഇനിയുള്ള ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇനിയുള്ളത് LDFിന്റെ മേൽക്കെയുള്ള പഞ്ചായത്തുകളാണ്. അവിടെ സ്വരാജ് പിടിക്കുന്ന വോട്ടുകൾ ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയ്ക്കുമോ? 8000-ൽ താഴേക്ക് വലിക്കുമോ? അതല്ല സ്വരാജിന്റെ ഒരു തരത്തിലുള്ള എതിർപ്പിനെയും മറികടന്നുകൊണ്ട്, എല്ലാ തരത്തിലുള്ള എതിർപ്പിനെയും മറികടന്നുകൊണ്ട് 10000-ന് മുകളിലേക്ക്
ആര്യാടൻ ഷൗക്കത്തിന് തന്റെ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആര്യാടൻ ഷൗക്കത്ത്, അടൂർ പ്രകാശ് UDF കൺവീനർ അല്പം മുമ്പ് പറഞ്ഞത് 10,000 കടക്കും ഭൂരിപക്ഷമെന്നാണ്. അതിലേക്ക് കടക്കുമോ അതല്ല സ്വരാജ് ആ ഒരു പ്രയാണത്തിന് തടയിടുമോ എന്നാണ് കാണേണ്ടത്. അൻവറിന്റെ ഒരു പ്രഭാവം ഈ ഘട്ടങ്ങളിലെ വോട്ടെണ്ണലിൽ കാണുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അൻവർ വഴിക്കടവ്, അതുപോലെ വഴിക്കടവ്, മൂത്തേടം പോലുള്ള പഞ്ചായത്തുകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള തേരോട്ടം ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.